പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ചിക്കൻ ഫ്രൈ ആണ് ഞാൻ തയ്യാറാക്കുന്നത്. പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയതും ഉൾവശമൊക്കെ നല്ല സോഫ്റ്റ് ആയതുമായ ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായിട്ട് 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 6-7 കഷ്ണം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചത് ചേർക്കാം. ഒപ്പം തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം. 1/4 മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർക്കാവുന്നതാണ്, എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഒപ്പം തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക. ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുക. കുറച്ച് കറിവേപ്പിലയും 3 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഈ അരപ്പൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കാനായിട്ട് ഒരു 30 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒന്നുകിൽ ഫ്രിഡ്ജിൽ വെക്കാം, അല്ലെങ്കിൽ പുറത്ത് തന്നെ വെച്ചാലും മതിയാകും. മിനിറ്റിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലോർ ചേർക്കുന്നത്. കോൺഫ്ലോർ ഇല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ മൈദയോ അല്ലെങ്കിൽ നല്ല ഫൈനായിട്ട് പൊടിച്ച അരിപ്പൊടിയോ ചേർത്താൽ മതിയാകും. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാം. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, 3-4 പച്ചമുളക് 2ആയിട്ട് മുറിച്ചത്, 2-3 കഷ്ണം വെളുത്തുള്ളി ചെറുതായി ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കാം. ഈ ഓയിലിന് നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് കോരിയെടുക്കാം. ചിക്കൻ ഒന്നുകിൽ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പൊരിച്ചെടുക്കാം, അല്ലെങ്കിൽ ധാരാളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മുക്കി പൊരിച്ചെടുക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. മീഡിയം സൈസ് ആയിട്ടാണ് ഞാൻ ചിക്കൻ മുറിച്ചിരിക്കുന്നത്. അത് നമുക്ക് ഓരോന്നായിട്ട് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. പാചകം പഠിച്ചു വരുന്നവര് ഇങ്ങനെ എണ്ണയിലേക്ക് ഇടാതെ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മെല്ലെ തന്നെ ഈ ചിക്കൻ എണ്ണയിലേക്ക് ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ കയ്യിലേക്ക് എണ്ണ തെറിക്കാൻ സാധ്യതയുണ്ട്. ചിക്കൻ കുറേശ്ശെയായിട്ട് വറുത്തെടുക്കുക, എല്ലാം കൂടെ ഒരുമിച്ച് പൊരിച്ചെടുക്കരുത്. മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചിക്കൻ പൊരിച്ചെടുക്കുക. തീ കുറച്ച് പൊരിച്ചെടുക്കരുത്, ചിക്കൻ്റെ ഉള്ളിൽ വല്ലാതെ ഹാർഡായി പോകും. 4 മിനിറ്റ് നേരത്തോളം ഒരു സൈഡ് ഫ്രൈ ചെയ്തതിന് ശേഷം തിരിച്ചിട്ടിട്ട് മറുവശം കൂടി നന്നായി പൊരിച്ചെടുക്കുക. ചിക്കൻ തിരിച്ചിട്ട ശേഷം ഒരു 3 മിനിറ്റ് നേരത്തോളം മറുവശം കൂടി പൊരിച്ചെടുക്കാവുന്നതാണ്. ചിക്കൻ്റെ എല്ലാ ഭാഗവും നന്നായി ഫ്രൈ ആകുന്നത് വരെ തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഇതുപോലെ വറുത്തെടുക്കുക. ചിക്കൻ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇത് ഏകദേശം ഒരു 7-8 മിനിറ്റ് നേരത്തോളം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്.
ചിക്കൻ പൊരിക്കാൻ എണ്ണ അത്യാവശ്യം നന്നായി ചൂടായി കിടക്കണം. എന്നാൽ വല്ലാതെ ചൂടായിട്ടുണ്ടെങ്കിൽ ചിക്കൻ കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് തീ അഡ്ജസ്റ്റ് ചെയ്ത് എണ്ണയുടെ ചൂടൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചിക്കൻ പൊരിച്ചെടുക്കുക. ബാക്കിയുള്ള ചിക്കനും കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുമിച്ച് ഫ്രൈ ചെയ്യരുത്, കുറേശ്ശെയായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കൻ മുഴുവൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കറിവേപ്പിലയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു 5-6 തുള്ളി ചെറുനാരങ്ങ നീര് കൂടി ഇതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല ചൂടോടുകൂടി സെർവ് ചെയ്യുക. നല്ല അടിപൊളി ചിക്കൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യണേ.